ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജൺ ടോക്കീസ്. ഈ ഒരു പോസ്റ്റ് ഞാൻ ഒരു 1 വീക്ക് മുമ്പ്, അതായത് എനിക്ക് തോന്നുന്നു ഒരു 10 to 11 days മുന്നേ ഞാൻ ഈ പോസ്റ്റ് കണ്ടിരുന്നു. ആ പോസ്റ്റ് വലിയ ആൾക്കാരൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ അത് വിട്ടു. ബിക്കോസ് ആരും കണ്ടിട്ടില്ല, അതിലൊരു കൊമൻസ് ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു സംഭവത്തിനെ റിയാക്ട് ചെയ്യാൻ പോയില്ല. പക്ഷേ യെസ്റ്റർഡേ വീണ്ടും ഈ പോസ്റ്റ് കാണുമ്പോൾ അതിന് മില്യൺ വ്യൂസും കുറേ കൊമൻസുമാണ് ഞാൻ കണ്ടിരുന്നു. സപ്പോർട്ട് ചെയ്ത ഒരുപാട് കൊമൻസ് ഉണ്ട് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അതല്ലാതെ ഒരുപാട് നെഗറ്റീവ് കൊമൻസ് ഞാൻ കണ്ടു. ആൻഡ് ദ പോസ്റ്റ് ഈസ്, ഇനി ആര്യനും ഗിസയിലും ഇവരെ ദുബായിലോട്ട് ഇനാഗ്രേഷന് വിളിച്ചിട്ടുണ്ട്. 1 വീക്ക് ദുബായിൽ ഉണ്ടാവും. ഷാനവാസിനെ ഒന്നും ആർക്കും വേണ്ടേ, പുള്ളിയെ പുറത്ത് കാണാറില്ല ഇപ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈവൻ ബിഗ് ബോസിലൊരു 26 കോണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. എല്ലാം എവിടെ നിന്ന് എന്തൊരു സംഭവം ഇഷ്യൂ ഉണ്ടായാലും എന്തുകൊണ്ട് ഇവർ ഈ ഷാനവാസിക്കയുടെ പേര് വലിച്ചഴക്കുന്നു എന്നൊക്കെ മനസ്സിലാവുന്നില്ല. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഹിസ് പവർ, അല്ലേ? അതായത് ഒരു PR പോലും ഇല്ല എന്ന് പല ആൾക്കാരും ഇപ്പോൾ സമ്മതിച്ച് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് ഒരു PR പോലും ഇല്ലാതെ സെക്കൻഡ് റണ്ണറപ്പായി 3rd പൊസിഷനിലെത്തി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എത്രത്തോളം ജനമനസ്സുകളുടെ ഇടയിൽ ഒരു ഇടം പിടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ ഷാനവാസിക്ക എന്ന് പറയുന്ന വ്യക്തിനെ വലിച്ചഴയ്ക്കുമ്പോൾ എത്രയോ പേരുണ്ട്. എന്തുകൊണ്ട് അവരുടെ ഒന്നും പേര് പറയാതെ ഷാനവാസിക്കയുടെ മാത്രം പേര് പറഞ്ഞ് ഡീഗ്രേഡിങ് ചെയ്യുന്നു? അത് മാക്സിമം സാധാരണപ്പെട്ട ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടികൾ ഫുള്ള് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ ആവട്ടെ, അല്ലെ പിന്നെ ഒരു സ്വീകരണത്തിൻ്റെ സംഭവം ആവട്ടെ, അത് എന്താണെങ്കിലും ഇപ്പം പല ആൾക്കാരും യൂട്യൂബിൽ പറയുന്നുണ്ട്. ഞാൻ ഒരുപാട് വീഡിയോസ് ഈയിടെ കണ്ടു. ഷോനവാസ് ആണ് എന്ന് പറയുന്ന വേർഡ് വെച്ചിട്ട് ഒരുപാട് ഡീഗ്രേഡിങ് നടത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം അവർ പറഞ്ഞിരുന്നത് സ്വീകരണം ഇത്രയും ലേറ്റ് ആയത് എന്തുകൊണ്ടാണ്. ആൻഡ് ദേ ആർ കമ്പയറിങ് വിത്ത് അനീഷ് ആൻഡ് അനുമോൾ. അനുമോളുടെ അനീഷരും വെച്ചിട്ടാണ് ഈസ് കമ്പയറിങ്. അനുമോൾക്കും അനീഷിനും അതായത് ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷം അടുത്ത ദിവസങ്ങളിൽ തന്നെ സ്വീകരണം ഉണ്ടായി. ഇവിടെ എന്താ ഇത്ര ലേറ്റായി പോയത്? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ? അവരുടെ സ്വീകരണം കണ്ണ് മഞ്ചലിച്ചിട്ടല്ലേ ഇവർ ഈ സ്വീകരണം നടത്തിയെന്നൊക്കെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ബിഗ് ബോസിന് ശേഷം, അതായത് ബിഗ് ബോസ് കഴിഞ്ഞു എന്നിട്ടും മാക്സിമം അതിനുള്ളിൽ നിൽക്കുമ്പോഴും മാക്സിമം ഡീഗ്രേഡിങ് നടത്തി. അതിന് പുറത്തിറങ്ങിയപ്പോഴും ഷാനവാസ് എന്ന പേര് മാത്രമേ ഉള്ളൂ ഇവർക്ക് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ അതാ ചോദിക്കുന്നത്, വൈ ഷാനവാസിക്ക? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇറ്റ്സ് ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഹീസ് വെരി പവർഫുൾ. ജനമനസ്സുകളുടെ ഇടയിൽ ഞാൻ പറഞ്ഞ പോലെ ഇടം നേടിയിട്ടുണ്ട്. അതെങ്ങനെയും തകർക്കണം എന്നുള്ളൊരു ആസ്പെക്ട്സ് ആണ്. കാരണം PR എന്ന് പറയുന്ന ആൾക്കാർ എത്രത്തോളം അവർ ക്യാഷ് വാങ്ങിയിട്ടാണ് ഈ പണികളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ളവരെ എങ്ങനെ ഡീഗ്രേഡ് ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് ഈ കാശ് മേടിച്ചവർക്ക് നന്നായിട്ട് അറിയാം. സോ ഇറ്റ്സ് ഓൾ ദെയർ പ്ലാനിങ്. ഈവൻ ഇപ്പോഴും ഡീഗ്രേഡ് ചെയ്യുന്ന എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതിൻ്റെ ഒരു എന്തിനു വേണ്ടി എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഈ ഒരു കേസിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊട്ടും വ്യൂസോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ടാണ് അന്ന് ഞാൻ ഒന്നും പറയാത്തത്. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ മില്യൺസ് ഓഫ് വ്യൂസാണ് ഇതിന് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് എന്നുള്ളത് എനിക്കറിയില്ല. ആൻഡ് ഓൾസോ കൊമൻസ് എന്ന് പറയുന്നത് ഷാനവാസിക്കനെ പറ്റിയുള്ള കൊമൻസ് അതിൽ വന്നിരിക്കുന്നത് വെച്ചാൽ ഹീസ് നോട്ട് ജെനുവിൻ, ഫേക്ക് ആയതുകൊണ്ടായിരിക്കും ജനങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇതിലുള്ള ഇനാഗ്രേഷനും കാര്യങ്ങളൊന്നും വിളിക്കാത്തത്. ഇനിയിപ്പം ഇൻ കേസ് ഇപ്പം വിളിച്ചില്ലെങ്കിൽ തന്നെ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹിസ് ഫേക്ക്നെസ് ഉണ്ടോ അല്ല ഒന്നും അല്ല ഇവരൊന്നും വിളിക്കാത്തതോ കാര്യങ്ങളൊന്നും. ഇറ്റ്സ് ഓൾറെഡി ബിക്കോസ് ഓഫ് PR ഉണ്ട് എങ്കിൽ മാക്സിമം ഇനോഗ്രേഷൻ അവർ പിടിച്ചു കൊടുക്കും. അതാണ് PRൻ്റെ ഒരു ബലം എന്ന് പറയുന്നത്. അപ്പം ഇത് ഞാൻ വേറൊരു കാര്യം പറയാം. ഈ കാശ് കൊടുത്തിട്ട് ഒരു ഫെയിമിൻ്റെ ആവശ്യം ഷാനവാസിക്ക് ഓൾറെഡി ഇല്ല. ബിക്കോസ് ഓൾറെഡി ഒരു ഫെയിമുള്ള ഒരാളായിരുന്നു. ഈവൻ ഈ പറയുന്ന കമ്പാരിസൺ നടത്തുന്ന വ്യക്തികളെക്കാട്ടിലും നല്ല ഫെയിമുള്ള വ്യക്തിയായിരുന്നു ഈ കുങ്കുമപ്പൂ എന്ന സീരിയൽ. ഒറ്റ സീരിയൽ മതി അദ്ദേഹത്തിന് ഫെയിം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടും. അത് മാത്രമല്ല, ഈ കമ്പയർ ചെയ്യുന്നവരും കൂടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഷാനവാസിക്ക എന്ന് പറയുന്ന വ്യക്തിക്ക് ഷാനവാസിക്കയുടേതായിട്ടുള്ളൊരു പേഴ്സണൽ സ്പേസ് ഉണ്ട്. 24 മണിക്കൂറും മൊബൈൽ കുത്തിപ്പിടിച്ചിരുന്ന് വ്ളോഗിങ്ങും ചെയ്ത് അവിടെ പോയി ഇവിടെ പോയതൊക്കെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വീഡിയോസും ചെയ്ത്. ഈവൻ യൂട്യൂബിൽ ഷാനവാസിക്കൊക്കെ ഒരു അക്കൗണ്ട് ഉണ്ട്. ഈവൻ അതുപോലും ആക്റ്റീവ് അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊക്കെ ആക്റ്റീവ് ആകണമെന്നാണ്. പക്ഷേ ആൾക്ക് അയാളുടേതായ പേഴ്സണൽ സ്പേസ് ഉണ്ട്, പേഴ്സണലായിട്ടുള്ള കുറേ ബിസികളുണ്ട്, ഫാമിലി ഉണ്ട്. അപ്പോൾ കമ്പയർ ചെയ്യുന്നവർ ഇതൊക്കെ ഒന്ന് ആലോചിക്കുക. ബാക്കി 2 പേർക്കും എന്ന് പറയുന്നത് ഫാമിലി ഇല്ല എന്നല്ല, ഞാൻ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു സംഭവം ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ദ കമ്പാരിസൺ ഈസ് വളരെ ഒരു വൃത്തികെട്ട കാര്യമാണ് ഈ കമ്പാരിസൺ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് മാക്സിമം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലത്തെ പോസ്റ്റ് കാണുമ്പം
എന്നെപ്പോലെയുള്ള പ്യുവറായിട്ടുള്ള അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള ഫാൻസ് ശരിക്കും പറഞ്ഞാൽ ഒരു സങ്കടം തോന്നും. ബിക്കോസ് എനിക്ക് ബേസിക്കലി എനിക്ക് സങ്കടം തോന്നി. ബിക്കോസ് പലരും എൻ്റെ കോമൻറ്റിൽ വന്നും പറഞ്ഞിട്ടുണ്ട്, നീ പൈസ മേടിച്ചിട്ടല്ലേ ചെയ്യുന്നതെന്നൊക്കെ. എനിക്കതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. എനിവേ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളങ്ങനെ വിചാരിച്ചു ഞാൻ പൈസ മേടിച്ചിട്ടാണ് ചെയ്യുന്നത്, അങ്ങനെ തന്നെ നിങ്ങൾ വിചാരിച്ചു, എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ എനിക്ക് തെറ്റ് എന്ന് തോന്നിയ കാര്യങ്ങൾ ഞാൻ എന്തായാലും റിയാക്ട് ചെയ്യും. ഷാനവാസിക്കയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നാലും ഞാൻ അതിനെപ്പറ്റി റിയാക്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ആ ബിഗ് ബോസിൽ നിന്നപ്പോഴും ഷാനവാസിക്കയുടെ മേൽ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഒരു പോസിറ്റീവ് ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ നിലപാട് തന്നെയാണ്. ഹി ഈസ് വെരി ഗുഡ് ഹ്യൂമൻ ബീനാണ്. നമ്മുടെ ലക്ഷ്മി പറഞ്ഞതുപോലെ വളരെ ഗുഡായിട്ടുള്ളൊരു ഹ്യൂമൻ ബീൻ. ഭയങ്കര മനസ്സിൽ എന്താ പറയുക, ഒരാളോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ ഒരു പെങ്ങളായിട്ടോ അല്ലെങ്കിൽ ഒരു സിസ്റ്ററായിട്ടൊക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ അയാൾ അത് ലൈഫ് ലോങ് അത് കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. അതായത് ഒത്തിരി ഇമോഷണലായിട്ടുള്ളൊരു വ്യക്തിയാണ്. എല്ലാ മനുഷ്യരും ഇമോഷണലാണ്. പല ആൾക്കാരും പല രീതിയിൽ ഇമോഷണൽ കാണിക്കുന്നു. പെട്ടെന്ന് ഷാനവാസിക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു. നമ്മളൊക്കെ ബിഗ് ബോസിൽ നിന്ന് കണ്ടതാണ്. അപ്പോൾ ആ മനുഷ്യനെ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യുമ്പം പ്യുവറായിട്ടുള്ള ഫാൻസിന് ഭയങ്കരമായിട്ടും ഇഷ്ടം പോലെയായിട്ട് PR അല്ലാതെ ഒരുപാട് ഫാൻസ് ഷാനവാസിക്ക് കൊണ്ടെന്ന് എനിക്കറിയാം. ബിക്കോസ് ആ കമൻസ് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. സോ അവരൊക്കെ ഇനി PR ആണ് അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ടാണ് ഈ കമൻറ്റ് ഇടുന്നതെന്നൊക്കെ പറയുന്നവരുണ്ട്. എനിവേ അതൊക്കെ പോട്ടെ. പക്ഷേ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ഈ ഡീഗ്രേഡ് ഷാനവാസിക്കെതിരെ ഡീഗ്രേഡ് ചെയ്യുന്ന വ്യക്തികളോട് എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. ആൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ, അയാളുടെ ലൈഫ് നോക്കി പോവുകയാണ്. അയാൾക്ക് അയാളുടേതായ പേഴ്സണൽ ലൈഫുണ്ട്, പേഴ്സണൽ സ്പേസ് ഉണ്ട്, ഫാമിലി ഉണ്ട്, ഒരുപാട് ഉയരങ്ങളിൽ എത്താനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് അയാളുടെ ലൈഫിലേക്ക് പോവുകയാണ്. അപ്പോൾ അയാളുടെ ലൈഫിലേക്ക് പോകും. ഇതൊന്നും ഷാനവാസിക്കനെ ബാധിക്കും എന്നല്ല പറയുന്നത്. പക്ഷെ ഇത് കാണുമ്പോൾ എന്നെപ്പോലെയുള്ള പ്യുവറായിട്ടുള്ള ഫാൻസുകൾക്ക് കുറച്ച് സങ്കടം തോന്നും. അതുകൊണ്ടാണ് നമ്മളിത് റിയാക്ട് ചെയ്യുന്നത്. ഇതിങ്ങനെ റീഷെയർ ചെയ്ത് പല സ്ഥലങ്ങളിൽ പോയിട്ട് മില്യൺ വ്യൂസ് അടിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ റീഷെയർ ചെയ്യും. അപ്പോൾ സാധാരണ ആൾക്കാർ തോന്നും, ശരിയാണല്ലോ ഷാനവാസിക്കനെ ആരും എന്താ ഇനോഗ്രേഷന് വിളിക്കാത്തത്. ഒരു ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിലുദിക്കും അല്ലേ. അത് സാധാരണമായിട്ടുള്ള, കാരണം PR ഒന്നും അല്ല, സാധാരണ ഉള്ളൊരു മനുഷ്യർക്ക് അങ്ങനെ എന്താ പറയുക, ഒരു തിങ്ക് ചെയ്യും, അയ്യോ ശരിയാണല്ലോ, ബോത്ത് ടോപ്പ് 1 ആൻഡ് ടോപ്പ് 2 ഇനോഗ്രേഷന് കാണുന്നുണ്ട്, വൈ ടോപ്പ് 3 കാണുന്നില്ല, ഈവൻ ആദില നൂറെ പോലും ഇനോഗ്രേഷന് കാണുന്നു, പിന്നെ എന്തുകൊണ്ട് കാണുന്നില്ല എന്നൊരു ഇത് എന്തായാലും മനസ്സിലുണ്ടാവും. സോ അതൊന്നും മാറാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എനിവേ താങ്ക് യു സോ മച്ച് ആൻഡ് ലവ് യു ഓൾ. ബൈ.